തൂമ്പ പിടിക്കുക, അല്ലെങ്കിൽ മൺതരി കയ്യിൽ അല്ല, ഉള്ള റോഡ് നിലനിർത്താൻ പോലും സാധിക്കുന്നില്ല. അപ്പോൾ അതുപോലെ മറ്റൊരു മേഖലയായിരുന്നു നാഷണൽ സേവിങ്സ് നിക്ഷേപിക്കുന്നത്, പ്രചരിപ്പിക്കുക എന്നുള്ളത്. അപ്പോൾ വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ ആദ്യം പോയി 20 എണ്ണം എടുത്ത് ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്തു. ചാവക്കാട് ഹൈസ്കൂളിലാണ് അന്ന് ഞാൻ പഠിച്ചിരുന്നത്. അങ്ങോട്ട് യാത്ര ചെയ്യുമ്പോൾ സുഹൃത്തുക്കളോട് നമുക്കിന്ന് നടന്നു പോകാമെന്ന് പറഞ്ഞിട്ട് ബസ്സിൽ പോകാതെ 10 പൈസ ബാലൻസ് വെപ്പിക്കും. അതിനവർക്ക് സ്റ്റാമ്പ് കൊടുക്കും. അങ്ങനെ 20 എണ്ണം ഒരു കാർഡിൽ ഒട്ടിച്ച് ആയി കഴിഞ്ഞാൽ അവരെ കൊണ്ടുപോയിട്ട് ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യും. ഇത് ഇങ്ങനെ ഒരു ശീലം തുടങ്ങി. പിന്നെ ആ ശീലത്തിൽ എനിക്കൊരു ആനന്ദം കണ്ടു. അത് ഞാൻ വളരുന്നതിനൊപ്പം ഇങ്ങനെ വളർന്നു. അങ്ങനെ അത് വലിയ തരത്തിൽ ആയിട്ടുണ്ടായിരുന്നു. മാത്രമല്ല, എക്കണോമിക് ടൈംസ് എന്ന് പറഞ്ഞ ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ PDCക്ക് പഠിക്കുന്ന സമയം മുതൽ തന്നെ റെഗുലറായിട്ട് വായിച്ചു തുടങ്ങി. അത് എങ്ങനെ പ്രേരണ ഉണ്ടായി എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. എൻ്റെ പിതാവ് ഒരു കർഷകനായിരുന്നു, കച്ചവടം കർഷകൻ ആയിട്ടുള്ള ഒരാളായിരുന്നു. അല്ല, അത് ഉമ്മയ്ക്കോ ഉപ്പയ്ക്കോ അങ്ങനെ ഒരു സംസ്കാരം ഇതൊന്നുമില്ല. സമ്പാദ്യശീലമുണ്ട് വളരെ. അല്ല, സാധാരണ ചില ഉമ്മമാർ നമ്മൾ പറഞ്ഞു കേൾക്കാറുണ്ട്, നാണയത്തുട്ടുകളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അതല്ല, അതൊക്കെ വളരെ എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്ത് സമ്പാദിക്കുന്ന പണം ഉണ്ടാക്കുന്ന ജോലി ഉപ്പയ്ക്കും അത് കൈകാര്യം ചെയ്യുന്ന ഫിനാൻഷ്യൽ കൺട്രോളിൽ ഉമ്മയായിരുന്നു. അത് ഇപ്പോഴും അതിന് 88 വയസ്സായിട്ടും ഭംഗിയായിട്ട് കണക്കുകൾ മനഃപ്പാടം നോക്കി ചെയ്യും, ഇപ്പോഴും ചെയ്യും. അങ്ങനെ ചെയ്യുന്നൊരു സാഹചര്യത്തിലാണ് വളർന്നു വന്നത്. അങ്ങനെ ഇത് വളർന്നു വന്നു. പലരെയും ഇൻവെസ്റ്റ്മെൻറ്റ് ഇതൊക്കെ പഠിപ്പിച്ചു. എക്കണോമിക് ടൈംസ് വായിച്ചപ്പോൾ പലതിനെപ്പറ്റി മനസ്സിലാക്കാൻ സാധിച്ചു. അങ്ങനെ 1970 ഞാൻ UAE എത്തിക്കഴിഞ്ഞപ്പോൾ ഇവിടെ കാണുന്ന, അന്ന് UAE രൂപീകരിച്ചിട്ടില്ല, ട്രൂഷ്യൽ സ്റ്റേറ്റ്സ് എന്നാണ് ഈ മേഖല അറിയപ്പെടുക. ട്രൂഷ്യൽ സ്റ്റേറ്റ് കൗൺസിലാണ് വിസ തന്നത്. അങ്ങനെ വിസ അങ്ങനെ വന്നു. ദുബൈ എയർപോർട്ടിൽ ഇറങ്ങി, കടലിൽ അകലെ ഇറങ്ങി, കപ്പലിൽ സർദാന എന്ന് പറഞ്ഞ കപ്പലിൽ വന്നു. എന്നിട്ട് ബോട്ടിൽ കരയ്ക്ക് വന്നു. അങ്ങനെ സുഹൃത്തായിട്ട് ഷാർജയിൽ പോയി. അന്ന് തന്നെ ഷാർജയിൽ, അന്ന് മുതൽ ഇന്ന് വരെ ഷാർജയിലാണ് ജീവിക്കുന്നത്. 41 വർഷമായിട്ട് അവിടെ തന്നെ ജീവിക്കുന്നു. അങ്ങനെ അവിടെ എൻ്റെ എൻ്റെ ബന്ധുവിൻ്റെ റൂമിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ 2 ആളുകളെ കണ്ടു ഞാൻ. ഈ 2 ആളുകൾ അന്ന് 15 വർഷമായിട്ട് ഗൾഫിൽ ജീവിക്കുന്നവരാണ്, ഷാർജയിൽ ജീവിക്കുന്നവരാണ്. അവർ നാട്ടിലേക്ക് തിരിച്ചു പോകാൻ പെട്ടി കെട്ടി തയ്യാറായിട്ടിരിക്കുന്ന അവസ്ഥയിൽ കണ്ടു. അവർ പോകാതിരിക്കുന്ന എന്താണെന്ന് പിന്നീട് ചോദിച്ചപ്പോൾ ടിക്കറ്റിന് പൈസ ഇല്ല എന്നായിരുന്നു പരാതി. അങ്ങനെയുള്ളൊരു അവസ്ഥയായിരുന്നു. അത് കണ്ടപ്പോൾ എന്നിലുള്ള ആ ശീലം, സമ്പാദിപ്പിക്കണം എന്നുള്ള ശീലം വീണ്ടും ഉണർന്നു. മറ്റുള്ളവരെ കൂടി സമ്പാദ്യശീലം പഠിപ്പിക്കണം എന്നുള്ളത് വന്നു. അത് ചെയ്യൽ തുടങ്ങി. അങ്ങനെ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ നാട്ടിൽ അന്നുള്ളൊരു ഏക മാർഗം യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയാണ്. യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ അപ്ലിക്കേഷൻ ഫോം വരുത്തും, ആളുകളെ കൊണ്ട് നിക്ഷേപം നടത്തിക്കും. അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് ഈ അപേക്ഷാ ഫോറം ഇങ്ങനെ വരുമ്പോൾ ഫ്രീ ആയിട്ട് ചെയ്യണം. അതുകൊണ്ട് ഒരു പാഷൻ എന്ന് പറയാം. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മിസ്റ്റർ AP കുര്യൻ, അദ്ദേഹം യൂണിറ്റ് ട്രസ്റ്റ് ഓഫിൻ്റെ എക്സിക്യൂട്ടീവ് ട്രസ്റ്റി ആയിട്ട് റിട്ടയർ ചെയ്ത ആളാണ്. അദ്ദേഹത്തിൻ്റെ ഒരു സ്ലിപ്പ്, അദ്ദേഹത്തിന് പ്രത്യേക ഭാഷ ഉണ്ട്. മലയാളത്തിൽ എഴുതുമ്പോൾ പറയുമ്പോഴൊക്കെ സംസാരിക്കുമ്പോഴൊക്കെ കുഞ്ഞെ നാട്ടിൽ പോകുമ്പോൾ എന്നെ വന്ന് കാണണം എന്ന് പച്ചമഷിയിൽ എഴുതിയിട്ടൊരു സ്ലിപ്പ് എഴുതിയിട്ട് അപ്ലിക്കേഷൻ ഫോം വന്നു. AP കുര്യൻ എഴുതിയിട്ട്. അങ്ങനെ തിരിച്ചു പോകുമ്പോൾ അദ്ദേഹത്തെ കണ്ടപ്പോൾ പറഞ്ഞു, കുഞ്ഞിക്ക് ഒത്തിരി കാര്യം ഞങ്ങൾക്ക് ചെയ്തു തരുന്നുണ്ട്, ഒത്തിരി ബിസിനസ് അവിടെ നിന്ന് ഉണ്ടാക്കി തരുന്നുണ്ട്, പക്ഷെ ഒരു പ്രയോജനവും കിട്ടുന്നില്ല, ഒരു സാമ്പത്തിക നേട്ടവും കുട്ടിക്ക് കിട്ടുന്നില്ല. അതുകൊണ്ട് കുഞ്ഞിന് ഒരു ഏജൻസി എടുക്കൂ എന്ന് പറഞ്ഞ് അപേക്ഷാ ഫോറം തന്നു. അങ്ങനെ 1976 UTIയുടെ ഏജൻസി എടുത്തു 1976. അത് നാട്ടിൽ അവധിക്ക് പോയ സമയത്ത് അങ്ങനെ ഫോമൊക്കെ അയച്ചു കൊടുത്തു. അങ്ങനെ ഏജൻസി ആവുന്നു. അപ്പോൾ അത് ആ നിലയ്ക്ക് ഒരു സാമ്പത്തിക നേട്ടം അതിൽ നിന്നുണ്ടാവുന്നു അപ്പോഴാണ് മനസ്സിലാവുന്നത്. അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു. 1979 ടാറ്റ മോട്ടോഴ്സിൻ്റെ പബ്ലിക് ഇഷ്യൂ ഉണ്ടായി. അപ്പോൾ അതിന് ഇന്ത്യയിലെ ഏറ്റവും വലിയ മർച്ചൻ്റ് ബാങ്കറുടെ നിമേഷ് കമ്പാനി ഇവിടെ വരികയും അദ്ദേഹത്തെ കാണുകയും അദ്ദേഹത്തിന് 300 അപ്ലിക്കേഷൻ ഫോം വാങ്ങിക്കുകയും അതെല്ലാം ഫ്രണ്ട്സിനെ കൊണ്ട് ബാങ്ക് ഓഫ് ബറോഡയിൽ പോയി അപേക്ഷിപ്പിക്കുകയും ചെയ്തു. അതിൻ്റെ ലിസ്റ്റെല്ലാം എടുത്ത് അദ്ദേഹത്തിന് അയച്ചു കൊടുത്തപ്പോൾ പറഞ്ഞു, ഇതേപോലെ ഒരു പ്രയോജനം കിട്ടിയില്ലല്ലോ, ഇനി അടുത്ത ഇഷ്യൂസൊക്കെ വരുമ്പോൾ അപേക്ഷാ ഫോർ അയക്കും, അതിൽ ഒരു സബ് ബ്രോക്കർ കോഡ്, ഈ പറയുന്ന കോഡ് അടിച്ചിട്ട് വേണം കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ കൊടുത്തു കഴിഞ്ഞപ്പോൾ അതിൽ നിന്നും ലാഭം ഉണ്ടാവും, അതിൽ നിന്നൊരു കമ്മീഷൻ കിട്ടും എന്നുള്ളത് ബോധ്യപ്പെട്ടു. അങ്ങനെ ആ മേഖലയിലേക്കും വന്നു.
ഇത് ആദ്യം UTIയിൽ ഒരു NRI എന്നുള്ള നിലയ്ക്ക് ഞാനാണ് ഇൻവെസ്റ്റ് ചെയ്തത്. അത് ഇൻവെസ്റ്റ് ചെയ്ത് അതിൻ്റെ മെത്തേഡൊക്കെ മനസ്സിലാക്കിയതിന് ശേഷമാണ് മറ്റുള്ളവരെ പഠിപ്പിച്ചത്. അതുപോലെ ടാറ്റ മോട്ടോഴ്സിന് മുമ്പ് തന്നെ കെൽട്രോൺ കോംപ്ലക്സ് എന്ന് പറയുന്ന മങ്ങാട്ടുപറമ്പ് ആ ഇഷ്യൂ വന്നിരുന്നു 1976 ഏപ്രിൽ 17. അതിൽ ഇൻവെസ്റ്റ് ചെയ്തിരുന്നു. അങ്ങനെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ ഇതിൻ്റെ വില വർദ്ധിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ ആളുകൾ വിൽക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യം ഞാൻ വിറ്റു, അതിൻ്റെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കൽ തുടങ്ങി. അങ്ങനെ വന്നു 1995 കേരളത്തിൽ 1979 ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഉണ്ടാവുന്നത്. അതുണ്ടായിട്ട് കാര്യമായിട്ടുള്ള പ്രവർത്തനമൊന്നും ഉണ്ടാവുന്നില്ല. അങ്ങനെ 95 എത്തി. ആ സമയത്ത് മിസ്റ്റർ CJ ജോർജ്, ജിയോജിത്തിൻ്റെ ഇപ്പോഴത്തെ MD, അദ്ദേഹം സ്ഥാപനം കൂടിയാണ്. അദ്ദേഹം എനിക്ക് ഒരാളെ അയച്ചു, ഞങ്ങൾ പബ്ലിക് ഇഷ്യൂ നടത്തുകയാണ്. ഷംസുദ്ദീൻ ഒരു NRIയിൽ ഇത്രയും കാര്യങ്ങളൊക്കെയുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക്, മലയാളിയായിട്ടൊരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് താങ്കളുടെ ഒരു പ്രൊമോട്ടറായിട്ട് എടുക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, ഞാൻ റെഡിയാണ്. എൻ്റെ കയ്യിലുള്ള പണം, അന്ന് കയ്യിലുള്ള പണം മുഴുവൻ ജിയോജിത്തിൽ ഇൻവെസ്റ്റ് ചെയ്തു. എൻ്റെ ബന്ധുക്കളും എൻ്റെ സുഹൃത്തുക്കളും ഇൻവെസ്റ്റ് ചെയ്തു. അങ്ങനെ 1995 10,000 ഉറുപ്പിക മുടക്കിയ എൻ്റെ സുഹൃത്തുക്കൾക്ക് ഒരു സമയത്ത് 16 ലക്ഷം എത്തിയ സമയമുണ്ടായിരുന്നു. കാരണം ആ പ്രൈസ് കൂടിയിട്ട്, കാരണം അന്ന് 10,000 ഷെയർ കയ്യിൽ കിട്ടിയ, 1 ഉറുപ്പിയുടെ 10,000 ഷെയർ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇന്നത് 40,000 ഷെയറാണ്. 20,000 ഇപ്പം 20 ഉറുപ്പിയാണ്. പക്ഷേ വളരെ ഉയർന്ന പ്രൈസുള്ള സമയം ഉണ്ടായിട്ടുണ്ട്. 40 ഉറുപ്പിയൊക്കെ എത്തിയ സമയം ഉണ്ടായിട്ടുണ്ട്. അത് വെച്ചുകൊണ്ടാണ് ഞാൻ 16 ലക്ഷം എത്തിയ സമയം ഉണ്ടായെന്ന് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ അതിൽ ചേരുകയും അതിൻ്റെ ഡയറക്ടറായി തീരുകയും ചെയ്തു. അങ്ങനെ ചെയ്തപ്പോൾ മറ്റൊരു അത്ഭുതം എനിക്ക് കാണാൻ സാധിച്ചത്, എനിക്ക് ആദ്യം ഏജൻസി എന്ന മിസ്റ്റർ AP കുര്യൻ ജിയോജിത്തിൻ്റെ ചെയർമാനാണ്. അത് ശരി. അങ്ങനെയും ഉണ്ടായി. പക്ഷെ അന്ന് മുതൽ 79 മുതലുള്ളൊരാഗ്രഹമാണ് UAEയിൽ ഒരു അംഗീകൃത സ്റ്റോക്ക് ബ്രോക്കിംഗ് കമ്പനി ഉണ്ടാവുക, ഞാൻ കൂടെ ഉൾക്കൊള്ളുന്ന സ്ഥാപനം ഉണ്ടാവുക എന്നുള്ള ആഗ്രഹം. അങ്ങനെ ധാരാളം അറ്റംപ്റ്റ് നടത്തി, 3 പ്രാവശ്യം അതിന് ശ്രമിക്കുകയും ധാരാളം പണം നഷ്ടപ്പെടുകയും പരാജയപ്പെടുകയും ചെയ്തു. അങ്ങനെയാണ് ഇവിടെയുള്ള ഷെയ്ഖ് സുൽത്താൻ ബിൻ സൗദ് അൽ ഖാസ്മി എന്ന എൻ്റെ മകനേക്കാൾ ഒരു പ്രായം കുറവുള്ള, ഒരു വയസ്സ് കുറവുള്ള ചെറുപ്പക്കാരനായിട്ടുള്ള അദ്ദേഹത്തെ കാണുന്നത്, പരിചയപ്പെടുന്നത്. മറ്റൊരു സുഹൃത്താണ് അദ്ദേഹത്തെ പരിചയപ്പെടുന്നത്. അദ്ദേഹത്തിനെ പരിചയപ്പെട്ടു, കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ പിതാവിനെ എന്നെ അറിയാമായിരുന്നു 1970 മുതൽ. ആ ബന്ധത്തിൽ കൂടുതൽ സുദൃഢമാകുകയും 2000 ആ മീറ്റിംഗ് 2001 ബർജിൽ ജിയോജിത്ത് തുടങ്ങാൻ കാരണമാകുകയും ചെയ്തു. അങ്ങനെ 10 വർഷം മുമ്പ് അല്ലേ? അതെ, അങ്ങനെ തുടങ്ങി. അപ്പോൾ ഇതാണ് ആ 10 രൂപ വെച്ച് തുടങ്ങിയ, അന്ന് 10 രൂപ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് തുടങ്ങിയത്. ഇന്ന് 20.8 ബില്യൺ റുപ്പീസിൻ്റെ അസറ്റ് ബർജിൽ ഇന്ന് മാനേജ് ചെയ്യുന്നുണ്ട്. അതിലേക്ക് ഉയർന്ന ഒരു ലൈഫ് പാത്ത് എന്ന് പറയാം. പക്ഷേ ഇതിലെല്ലാം ഒരു അടിസ്ഥാന തത്വമുണ്ട്. ഇത്രയും കാലങ്ങളിൽ ഞാൻ എവിടെ നിക്ഷേപിക്കുമോ അതാണ് എൻ്റെ നിക്ഷേപകർക്ക് ഞാൻ നിർദ്ദേശിച്ചിട്ടുള്ളത്. അല്ലേ? എനിക്ക് ലാഭം കിട്ടിയിട്ടുണ്ടെങ്കിൽ എൻ്റെ നിക്ഷേപകർക്ക് ലാഭം കിട്ടിയിട്ടുണ്ട്. എനിക്ക് നഷ്ടം പറ്റിയിട്ടുണ്ടെങ്കിൽ എൻ്റെ നിക്ഷേപകർക്ക് നഷ്ടവും പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ 10ാം വാർഷികം ആഘോഷിക്കുന്ന ആ ദിവസത്തിൽ അതിൽ 3/1 ആളുകളും 30 വർഷത്തിൽ കൂടുതൽ ഞാനുമായിട്ട് ബന്ധപ്പെടുന്ന ആളുകളായിരുന്നു. അവരൊക്കെ ഇന്ന് 3ാമത്തെ ജനറേഷൻ പോലും നമ്മുടെ അടുത്ത് വരുന്നു, ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഇത് എൻ്റെ കഴിവായിട്ട് ഒരിക്കലും എനിക്ക് തോന്നാറില്ല. കാരണം എൻ്റെ ഈ ലൈഫ് പാത്തിൽ എൻ്റെ മാതാവിനെ ഞാൻ ഓർക്കാറുണ്ട്. അവരാണ് എനിക്കിങ്ങനൊരു വഴി കാണിച്ചു തരാൻ സഹായിച്ചിട്ടുള്ളത്. അതെ, ദൈവം വളരെയധികം എന്നെ സഹായിച്ചിട്ടുണ്ട്. അത് ഈ ഒറ്റ കാരണം കൊണ്ട്, നമ്മൾ മനുഷ്യർക്ക് നന്മ ചെയ്യാൻ തീരുമാനിച്ചാൽ ദൈവം നമ്മളെ സഹായിക്കും എന്നുള്ളത് കൊണ്ട് അങ്ങനെ മറ്റുള്ള എല്ലാവരെയും ഞാൻ ഓർക്കാറുണ്ട്. പക്ഷേ ഈ സർവോപരി ഞാനുമായിട്ട് അടുത്ത് ബന്ധപ്പെടുന്ന എൻ്റെ സുഹൃത്ത് ആത്മബന്ധുക്കളാണെന്ന് ഞാൻ പറയുള്ളൂ. എൻ്റെ ക്ലയൻസ്, അവരുടെ സഹായം,
അവർ തരുന്ന വിശ്വാസവും അവർ തരുന്ന സ്നേഹവും അപാരമാണ്. ഇതിനിടയ്ക്ക് വിമർശനങ്ങളും വരാറില്ല. അത് ഉണ്ടാകും.